അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഇതാ മുന്തിരി ഇങ്ങനെ വാങ്ങാൻ, നമുക്ക് ഇഷ്ടമുള്ള മുന്തിരി പൊട്ടിച്ച് വാങ്ങിയെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതാ എന്താ കൊല നോക്ക്, ഇത്രയും നേരം നോക്കിയിട്ട് തരാം. അടിപൊളി കൊല ഇപ്പോഴാണ് നമുക്ക് കിട്ടില്ല കൊല കണ്ടോ, മുന്തിരിക്കൊല. ഇതൊക്കെ നമ്മൾ മേടിച്ചാണ്, നമുക്ക് കൊണ്ടുപോകാനാണേ. നമ്മൾ കവറുണ്ട് ചേച്ചി, ആ കവറുടെ ഈ കവറിലേക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ പറിച്ച മുന്തിരികളാണ് ഇതൊക്കെ. അർബാന പോലുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ മുന്തിരി വെച്ചിരിക്കുകയാണ്. എനിക്കിത് കാണുമ്പോണ്ടല്ലോ എന്താ നോക്കും മക്കളെ, ഈ മുന്തിരിയുടെ ഒരു മധുരം എന്ന് പറഞ്ഞാലോ അല്ല, സൂപ്പർ മധുരം, കിടില മധുരം. മുന്തിരി പാടം പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടോകാം, മുത്തുപോലെ എന്റെ നെഞ്ചിൽ കാത്തു വെച്ചോളാം. സുഹൃത്തുക്കളെ, നമ്മളെ മുന്തിരിപ്പാടത്താണുള്ളത്. ഇത് എവിടെയാണെന്നറിയോ? നമുക്ക് പണ്ടൊക്കെ മുന്തിരി ഒന്ന് കാണണമെങ്കിൽ തേനി അതുപോലുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. ഇന്ന് നമ്മുടെ സ്വന്തം ഗുണ്ടൽപേട്ടയിൽ ഇതാ പൂക്കൾ മാത്രമല്ല, നല്ല അടിപൊളി മുന്തിരി വരെ നമുക്ക് വിളയിച്ചെടുക്കുന്ന പാടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗുണ്ടൽപേട്ട. നമ്മളെല്ലാ പ്രാവശ്യവും പൂക്കളും സൂര്യകാന്തിയും മറ്റുള്ള പച്ചക്കറിയൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് ഗുണ്ടൽപേട്ടയിൽ വന്നിട്ട്. ഇതാ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു മുന്തിരിപ്പാടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ കാണാം. എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതി വരാത്തൊരു മുന്തിരിപ്പാടാണ് മക്കളെ. ഇതുണ്ടോ, കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ വിശാലമായി കിടക്കുന്ന മുന്തിരിപ്പാടം. ഇതിന് നടുവിലൂടെ ഇങ്ങനെ നടന്ന് തണുത്ത കാറ്റൊക്കെ ഏറ്റ് മുന്തിരിയുടെ ഗംഭീരമായ മണമൊക്കെ അടിച്ച് ഇവിടുന്ന് ഒരു മുന്തിരിക്കൊല പൊട്ടിച്ച് അതിൽ നിന്നൊരു മുന്തിരി കഴിക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള മുന്തിരികളെല്ലാം ഇവിടുന്ന് പറിച്ച് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. കിലോയ്ക്ക് 50 രൂപയുള്ളൂ. 50 രൂപ തോതിൽ നമുക്കിവിടെ മുന്തിരികൾ പറിച്ചു കൊണ്ടുപോകാം. ആ ഒരു മുന്തിരിപ്പാടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താ അല്ലേ, കിടിലൻ കിടിലൻ കിടിലോൾ കിടിലൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ മുന്തിരി പറിക്കുന്നൊരു കാഴ്ച കാണാം. നമുക്ക് പറിക്കാട്ടോ, നമുക്ക് ആവശ്യമുള്ള മുന്തിരി നമുക്ക് പറിക്കാം. നമ്മൾ കടകളിൽ ചെറിയ ബോക്സുകളിലെല്ലാം മുന്തിരിയല്ലേ കണ്ടിട്ടുള്ളൂ. ഇതുണ്ടോ, ഒരു അർബാന നിറച്ചു മുന്തിരിയാണ്. അർബാന നിറച്ചു മുന്തിരി. ഈ എന്താ നോക്ക്, ഇത്രയും മുന്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിറച്ചു മുന്തിരി എന്ന് പറഞ്ഞാൽ നിറച്ചു മുന്തിരി. എന്താ ഇവിടെ പറിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക്. ഇതാ ഇവരെ പോലുള്ള ഒരുപാട് ജോലിക്കാരുണ്ട് മുന്തിരി പറിക്കുന്നവര്. ഇവരൊക്കെ മുന്തിരി പറിക്കുകയാണ്. ഇതാ അതിനോടൊപ്പം തന്നെ ഇവരുടെ കുട്ടികൾ നല്ല ഉറക്കാണ്. മുന്തിരിപ്പാടത്ത് കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ കണ്ടോ, പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾ. ഇവര് നേപ്പാളുകാരാണ്, നേപ്പാളീസാണ്. അവരാണ് ഇവിടുത്തെ ജോലിക്കാര്. അപ്പോൾ ഇതാ മുന്തിരി പറിക്കുന്നു. അതുപോലെ വേറൊരു ഭാഗത്ത് വേറെ ബോക്സുകളിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. എന്താ നല്ല കിടിലൻ മുന്തിരികൾ. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി. അപ്പോഴത്തെ രാവിലെ മുന്തിരികൾ ഒരുപാട് പറിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾക്ക് കുറച്ച് കുറവായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാം ധാരാളം മുന്തിരി നമുക്ക് കാണാം. എന്തോ എന്തൊരു മുന്തിരിയാന്ന് നോക്ക്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. മുന്തിരി ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന സ്മെല്ല് അടിപൊളിയാണ്. കൊലച്ച് കുത്തി പഴുത്ത് കിടക്കുന്ന മുന്തിരി നോക്ക്, എന്താ സ്മെല്ലെന്നറിയോ? കണ്ണെത്താത്ത ദൂരത്തോളമാണ് ഇങ്ങനെ മുന്തിരിപ്പാടത്ത് മുന്തിരി കൊലച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച. ഇതാ വെയിലുണ്ട്, നല്ല വെയിലാണ്. അപ്പൊ അതിന്റെ ഒരു പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഇതെങ്ങനെയാ ചേട്ടാ റേറ്റ് എങ്ങനെയാ വരുന്നതിന്? 50 രൂപ. കിലോയ്ക്ക് 50 രൂപ അല്ലേ? ഇതുണ്ടോ, കിലോയ്ക്ക് 50 രൂപയാണ്. നമ്മുടെ ഇവിടെയൊക്കെ എന്താ വില നോക്കും. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് മുന്തിരി പറിച്ച് കൊണ്ടുപോകുന്നത്. എന്താ രസം നോക്ക്. പിള്ളേരൊക്കെ വന്ന് ഇവിടുത്തെ ജോലിക്കാരാണ്, അവർ ഫാമിലി ആയിട്ട് ഇവിടെയാണ്. അപ്പൊ ഇവര് നേപ്പാളീസ് ആണെന്ന് തോന്നുന്നു അല്ലേ മേഡം? എവിടെയാ? നേപ്പാളാണ്. ഇതുണ്ടോ, ആ കുഞ്ഞു കുട്ടി ഉറങ്ങുന്ന നോക്ക്. പുറത്തൊരു തൊട്ടി പോലെയൊക്കെ ആയിട്ട് അതിനകത്ത് ഉറങ്ങുന്നുണ്ടോ? ഇതുണ്ടോ, പറിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് മുന്തിരി വിളവെടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അധികം ആരും കാണാത്ത വളരെ അപൂർവമായൊരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കേരളീയർ വളരെ അപൂർവമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് മുന്തിരി വിളവെടുക്കുന്ന കാഴ്ച. ഹായ് സാർ. അതുണ്ടോ, ഇതാ മുന്തിരി പൊട്ടിച്ച് ഓരോ മടിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഇതാ നിന്നെ ഉൾപ്പെടുത്തിട്ട്. ഇതുണ്ടോ, അവന് ഭയങ്കര ഇഷ്ടമായി ക്യാമറ കൊണ്ടുവന്ന് ചോപ്പോ. സൂപ്പർ മുന്തിരി, നല്ല പഴുത്ത് നല്ല സ്മെല്ലാട്ടോ. നമ്മൾ ഈ പാടത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയാം. ഇതങ്ങനെ ഈ മടിയിലേക്ക് ഇട്ടിട്ടാണ് ഇതാക്കുന്നത്. ഇതാ മുന്തിരി. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറിക്കാം. നമുക്ക് ഇവിടുന്ന് അതിന്റെ കിലോയ്ക്ക് അനുസരിച്ച് തൂക്കി വാങ്ങാവുന്നതാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാണ് മുന്തിരി. ഇത് കണ്ടോ, വെയിലുണ്ട്. വെയിൽ നല്ല വെയിലാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായി, ഉച്ചയായി. അതുകൊണ്ടാണ് രാവിലെ നല്ല വിളവെടുപ്പായിരുന്നു. ഇപ്പം ഏകദേശം നമുക്കിവിടെ കഴിഞ്ഞു തുടങ്ങി. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു രാവിലത്തെ. ഇനി 2 ദിവസത്തേക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇതാ എന്താ രസം നോക്ക്.
ഗുണ്ടൽപേട്ട ഇതൊരു ഫാമാണ്. ഇത് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് ഈ ഫാമില്. ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ പിന്നെ ഇതാണ് മുന്തിരിയാണുള്ളത്. ഏകദേശം 3 വർഷമായിട്ട് ഇവിടെ വിളവെടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇത് ഫേമസ് ആയി വന്നിട്ടുള്ളത്. ഇതുണ്ട്, ഇതേപോലെ പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ ട്രയലേക്ക് ഇടുകയാണ്. കണ്ടോ, നല്ല നമ്മളവിടെ കാണുന്ന മുന്തിരി ഒന്നല്ല. എന്താ ഫ്രഷ്നെസ് അറിയാം, അതിന്റെ സ്മെല്ല് എന്താണെന്നറിയോ? നല്ല അടിപൊളി സ്മെല്ലാണ്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പൊ ഇത് വാങ്ങാനും ഇതിന്റെ സാമ്പിൾ അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്തായാലും നമുക്കൊരു മുന്തിരിക്കൊല കട്ട് ചെയ്യാം ഇവിടുന്ന്. ഇത് അതിനുള്ള കത്തിയൊക്കെ ഉണ്ട്. ഇത് കട്ടിയാലേ ഇതല്ലേ അത്യാവശ്യം മൂത്തല്ലേ? നോക്കണം വള്ളി മുറിയാണ്ട് ഇതല്ലേ. കട്ടിംഗ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആയതൊക്കെ കട്ട് ചെയ്ത് പോവാ. ഇതുണ്ടോ, അങ്ങനെ കട്ട് ചെയ്തു. ഇതുണ്ടോ, മുന്തിരിപ്പാടത്ത് നിന്ന് തന്നെ. അപ്പൊ രാവിലെ കട്ട് ചെയ്തു കൊണ്ടുപോയതാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താണ്. ഇതുണ്ടോ, ജ്യൂസ് മുന്തിരിയാണ്, പുളിയില്ല, നല്ല സൂപ്പർ മധുരം. ഇതിനകത്ത് നമ്മൾ ശരിക്കും കെമിക്കൽ ഒന്നും ഒന്നും അടിച്ചിട്ടില്ല. ഇവിടെ മുന്തിരി തോട്ടം ഇല്ലാത്തത് കൊണ്ട് അപ്പൊ കേടൊന്നും വരില്ല. അപ്പൊ മരുന്നടിക്കുന്ന ആവശ്യമില്ല അല്ലെ. ഇതുണ്ടോ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിക്ക് ഒരു പുളിപ്പില്ലേ, ഇതിന് പുളിപ്പൊന്നുമില്ല. ഇതുണ്ടോ, ഇത് എത്ര വർഷമായി ചേട്ടാ? നമ്മള് ഇപ്പോ 2.5 കൊല്ലം മേലായിട്ടുണ്ട്. 2 തൈ നെട്ട് കഴിഞ്ഞാൽ 2.5 കൊല്ലം മേലായിട്ടുണ്ട്. 3ാമത്തെ വളവാണ്. ഇതങ്ങനെ വർഷത്തില് തൈ വെച്ച് കഴിഞ്ഞിട്ട് വർഷത്തില് ഈ ശരിക്കും മുന്തിരി കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക 1 കൊല്ലം എന്തെങ്കിലും വേണം. 1 കൊല്ലം വേണം. 1 കൊല്ലം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 6 മാസക്കൊന്ന് ആദ്യത്തെ വർഷം ഒറ്റ വളവ്, ഒരു വർഷം കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത വർഷം 2 വളവ്, 6 മാസം ഒന്ന് 6 മാസം. അപ്പൊ ഈ ചെടി തന്നെ കുറെ കിട്ടുമോ? ഇത് 30 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം 25 കൊല്ലം 25-30 ഉണ്ടാവും എന്തെങ്കിലും. അപ്പോഴേ നേരത്തെ നിങ്ങൾ കണ്ടില്ലല്ലോ, നമ്മളെ ഇത് കട്ട് ചെയ്യുന്നത് ശരിക്കും കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ കൊല കണ്ടില്ല നിങ്ങള്? ഇതാ ഇങ്ങനെ കൊലയുടെ ഇവിടെ കത്തി വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. എന്താ നോക്കുക, ഹൈ മുന്തിരിപ്പാടം. കട്ട് ചെയ്തെടുത്ത മുന്തിരിക്കൊലയിൽ ഒരു മുന്തിരി ഇങ്ങനെ എടുത്തിട്ട് ഈ മുന്തിരിപ്പാടത്ത് നിന്ന് എന്താ മധുരം എന്നറിയോ? സാധാരണ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുന്തിരിക്ക് ഒരു ചെറിയ പുളിപ്പുണ്ടാവില്ലേ, ഇതിന് ആ ചെറിയ പുളിപ്പ് പോലുമില്ല. ശരിക്കും ആ പാടത്ത് നിന്നിട്ട് ആ ഫ്രഷ്നെസ്സോട് കൂടി ആ മുന്തിരി കഴിക്കാന്ന് പറയാണ്ടല്ലോ സുഹൃത്തുക്കളെ, അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്തിരിപ്പാടത്തുകൂടെ ഒരു പര്യടനം കൂടെ നടത്തുകയാണ്. എവിടെ നോക്കിയാലും ഒരുപാട് പെട്ടികളിൽ മുന്തിരി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ട്, അതുപോലെ ചാക്കിലൊക്കെ മുന്തിരി കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആളുകൾ മുന്തിരി പറിക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായൊരു കാഴ്ച, വ്യത്യസ്തമായൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ ഈ മുന്തിരിപ്പാടത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ കാഴ്ചകൾ കണ്ടോ, മുന്തിരി പറിക്കുന്ന കാഴ്ചകൾ, നല്ല കുളിർമയൊക്കെ, തണുത്ത കാറ്റ്. ശരിക്കും ഗുണ്ടൽപേട്ടയിൽ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. പക്ഷെ ഇതുണ്ടോ, പന്തലിട്ട പോലെ കാണുന്നുണ്ടല്ലേ മുന്തിരിപ്പാടം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു കുളിർമയാണ്, നല്ല തണലാണ്. എന്ത് ഭംഗിയാണെന്നറിയോ സുഹൃത്തുക്കളെ? ഇതുപോലുള്ള ഒരുപാട് യാത്രകൾ ചെയ്യണം, ഇതുപോലുള്ള വ്യത്യസ്തമായ കൃഷി ഇടങ്ങൾ കാണണം. ഈ മുന്തിരിപ്പാടത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ആവശ്യമുള്ള മുന്തിരി ഇതാ ഇവിടുന്ന് നമുക്ക് സ്വന്തം പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതാ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. കിലോയ്ക്ക് 50 രൂപയാണ് ഇവിടെ മുന്തിരിക്ക്. കണ്ടോ, നല്ല അടിപൊളി മുന്തിരി നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാൻ വിടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്താ കൊല നോക്ക്, ഇത്രയും നേരം നോക്കിയിട്ട് തരാം. അടിപൊളി കൊല ഇപ്പോഴാണ് നമുക്ക് കിട്ടില്ല കൊല. കണ്ടോ, മുന്തിരിക്കൊല. ഇതൊക്കെ നമ്മൾ മേടിച്ചാണ്, നമുക്ക് കൊണ്ടുപോകാനാണേ. നമ്മൾ ആ കവറുണ്ട് ചേച്ചി, ആ കവറുടെ ഈ കവറിലേക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ പറിച്ച മുന്തിരികളാണ് ഇതൊക്കെ. അർബാന പോലുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ മുന്തിരി വെച്ചിരിക്കുകയാണ്. എനിക്കിത് കാണുമ്പോണ്ടല്ലോ എന്താ നോക്കും മക്കളെ, ഈ മുന്തിരിയുടെ ഒരു മധുരം എന്ന് പറഞ്ഞാലോ അല്ല, സൂപ്പർ മധുരം, കിടില മധുരം, അടിപൊളി സാധനം. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാ. ഇതാ നമ്മൾ പറിച്ച മുന്തിരി തൂക്കി വെക്കുക. 2 കിലോ ഉണ്ട്. 2 കിലോ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ മുന്തിരിയാണിത്. 100 രൂപയുടെ മുന്തിരി. അപ്പൊ ഈ ശരിക്കും ഫാമിന്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ഗുണ്ടൽപേട്ട ടോളിന്റെ ടോള് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഫാം. ഈ ഫാമിന്റെ പേരെന്താ? മിൽക്ക മഞ്ചേരി.
മിൽക്ക മഞ്ചരി. അപ്പൊ ഇവിടെ മുന്തിരി മാത്രമല്ല പിന്നെ സപ്പോർട്ട ഉണ്ട്, അതുപോലെ ഒരുപാട് മാംഗോ ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട്സുകളുള്ള ഒരു ഫാം തന്നെയാണ്. ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന മുന്തിരിയാന്നേ ഉള്ളൂ. നമ്മൾ 2 കിലോ മുന്തിരി മേടിച്ചു പോവാണ്. ഫെബ്രുവരി കഴിയുന്നതിന് മുമ്പ് എത്തണം, ഈ 2-3 ദിവസം കൊണ്ട് എത്തണം. ഇല്ലെങ്കിൽ ഇതിന്റെ സീസൺ കഴിഞ്ഞു, ഓടിപ്പറിച്ച് വന്നിട്ട് കാര്യമില്ല. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല ആളുകളാണ് ഇവിടെ മുന്തിരി കാണാനും മുന്തിരി പറിക്കാൻ സ്വന്തമായിട്ട് പറിച്ചു കൊണ്ടുപോകാനുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ ഗുഡ് ബൈ. പേര് പറഞ്ഞില്ല? ഗോവിന്ദ്, നേപ്പാളാണല്ലേ? നിങ്ങളുടെ ഫാമിലിയാണ് ഇത്? ഓക്കെ, താങ്ക് യു വെരി മച്ച്.